നമ്മുടെ ഈ SWPയുടെ വീഡിയോ കണ്ടിട്ട് പുറത്ത് ജോലി എടുക്കുന്ന, ഇവിടെ നാട്ടിൽ നിന്ന് പോയി അവിടെ പണിയെടുക്കുന്ന ഒരാൾ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞത് ഇപ്പോൾ 40 വയസ്സായി. പുള്ളി പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 കോടിയുണ്ട്. ഈ 5 കോടി എൻ്റെ കയ്യിലുണ്ട്, ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞു കൂടാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് 50,000 ഉണ്ടെങ്കിൽ തികയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് 50,000 വേണ്ട, 1 ലക്ഷം എടുത്തോ, 5 കോടി ഉണ്ടല്ലോ, 1 ലക്ഷം എടുത്തോ. പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു ഭീമമായ സ്റ്റേറ്റ്മെൻറ്റും അല്ല, ഒരു സ്വിഫിക്കലും ഒരു എക്സാജുറേഷനും ഇല്ല. ആ നമ്പർ ഒന്ന് കേട്ടപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ ഈ കാൽക്കുലേഷൻ ഇട്ടതിന് ശേഷം ഈ കാൽക്കുലേറ്റർ ശരിയാണോ എന്ന് അതിന് സംശയിക്കേണ്ടി തോന്നുന്നു. സത്യമാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങളുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ സത്യാവസ്ഥ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ് ചെയ്തത് എത്രയായിരുന്നു? വെറും 5 കോടി. വിഡ്രാ ചെയ്തത് എത്ര കൊല്ലം? 2002 തൊട്ട് 2026 വരെ 24 കൊല്ലം വിഡ്രാ ചെയ്തു. എന്ന് പറഞ്ഞാൽ വിഡ്രാവൽ മാത്രം ഈ മാസം 1 ലക്ഷം രൂപ എന്ന് വിഡ്രാ ചെയ്തത് 284 മാസമാണ്. വിഡ്രാവൽ മാത്രമായിട്ട് തന്നെ 2.84 കോടി. ഈ 24 കൊല്ലം കൊണ്ട് ഈ വിഡ്രാവലിന് ശേഷവും ഈ 5 കോടി Mutual fund investments are subject to market risks. Read all scheme-related documents carefully. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ SWP, അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാസാമാസം നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്ന സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ ഉള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ 50 lakhs ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാസം ഇന്ന എമൗണ്ട് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് എന്തായിട്ട് വളരും, അതായത് വിഡ്രോവലിന് ശേഷവും നല്ല ഒരു വർധനം ഉണ്ടാവും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോ. ഞാൻ ആലോചിക്കുമായിരുന്നു, അത് വെറും ഒരു ചെറിയൊരു ട്രെയിലർ പോലെയായിരുന്നു അതിൻ്റെ നമ്പേഴ്സൊക്കെ. അതിന് തന്നെ ഇത്രമാത്രം റെസ്പോൺസ് വന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു ആക്ച്വൽ കേസിൻ്റെ നമ്പേഴ്സ് നാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നെട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിനും നെട്ടത്തില്ലായിരിക്കും. ഇത് ഒരു ഭീമമായിട്ട് കാണിക്കാനുള്ള ശ്രമമല്ല, ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ അതാണ്. കാരണം ഈ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഒന്ന് ശരിക്കും ഞെട്ടി. ആ നമ്പേഴ്സ് എന്താണെന്ന് ഇപ്പോൾ പറയാം. ഈ കാൽക്കുലേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ കാൽക്കുലേഷനിലോട്ട് ഞങ്ങൾ എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇതൊരു റിയൽ കേസായിരുന്നു. അതായത് നമ്മുടെ ഈ SWPയുടെ വീഡിയോ കണ്ടിട്ട് പുറത്ത് ജോലി എടുക്കുന്ന പണ്ടേ ഒരു 10-30 കൊല്ലത്തിന് മുമ്പ് ഇവിടെ നാട്ടിൽ നിന്ന് പോയി അവിടെ പണിയെടുക്കുന്ന ഒരാൾ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞത്, ഞാൻ ഇപ്പോൾ 40 വയസ്സായി, ഏതാണ്ട് 20 കൊല്ലം, 20 കൊല്ലം ഇവിടെ തന്നെ ഉണ്ട് നാട്ടിൽ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നല്ല തുകയുണ്ട്. ഈ തുകയുണ്ടെങ്കിൽ ഞാൻ വിരമിക്കാൻ പറ്റുമോ? എല്ലാം മതിയാക്കിയിട്ട് നാട്ടിൽ ചെന്നിട്ട് ഈ വേറെ ഒരു പണിയും ഇല്ലാതെ വലിയ വരുമാനമില്ലാതെ ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞു കൂടാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എമൗണ്ട് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 കോടിയുണ്ട്. ഈ 5 കോടി എൻ്റെ കയ്യിലുണ്ട്, നാട്ടിൽ ചെന്നാൽ വേറെ പണി കിട്ടുമോ, വരുമാനം ഉണ്ടാവുമോ എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് അത് കണക്ക് കൂട്ടണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് മാസം എത്ര ചിലവ് വരുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത്, എന്തൊക്കെയായാലും എല്ലാം പിള്ളേരുടെ പഠിത്തവും, 3 മക്കളാണ് പുള്ളിക്കുള്ളത്, പുള്ളിയുടെ മക്കളുടെ പഠിത്തവും എല്ലാം കൂടി ചേർത്താലും മാസം 50,000 കൂടുതൽ. പുള്ളി പറഞ്ഞത് 30-40 ഒക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് 50,000 ഉണ്ടെങ്കിൽ തികയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് 50,000 വേണ്ട, 1 ലക്ഷം എടുത്തോ, 5 കോടി ഉണ്ടല്ലോ, 1 ലക്ഷം എടുത്തോ. ഈ 1 ലക്ഷം രൂപ എടുക്കുവാണെങ്കിലും 5 കോടി മതി സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടാൻ. നിങ്ങൾക്ക് എന്തായാലും 50,000 അല്ലേ വേണ്ടൂ, 1 ലക്ഷം എടുത്തോ, എന്നാലും ഇത് സ്വസ്ഥമായിട്ട് തികയും എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള കണക്കുകൂട്ടൽ ഒന്നായിരുന്നു. എനിക്കറിയാമായിരുന്നു ഈ 5 കോടി കൂടുതൽ എന്തായാലും കാണും. പുള്ളി എത്ര വിഡ്രാ ചെയ്താലും 30-40 വർഷം വിഡ്രാ ചെയ്താലും 5 കോടി കൂടുതൽ എന്തായാലും വാല്യൂ കാണും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, പുള്ളിയുടെ മക്കളുടെ കല്യാണ കാര്യമൊക്കെ എന്താവുമെന്ന്. പുള്ളി അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് വേറെ ചെയ്തിട്ടുണ്ട്. ഈ 5 കോടിയാണ് ഈ മാസം ഉള്ള ചെലവിനും ഒക്കെ വേണ്ടത്, അല്ലാതെ വേറെ കാര്യങ്ങൾക്ക് പുള്ളി വേറെ എമൗണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കണക്കൂട്ടിൽ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ആക്ച്വൽ കാൽക്കുലേഷനിലോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞത്, ഞാനൊരു പ്രൊജക്ഷനായിട്ട് ഒരു നമ്പർ തരാൻ പറ്റും. കാരണം ഈ പ്രൊജക്ഷനല്ലേ, നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഇടാം, 12%, 15%, ഇങ്ങനെ എന്ത് കാൽക്കുലേഷൻ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതെന്തായാലും ഞാൻ അയക്കാം. അതോടുകൂടി തന്നെ ഇത് റിയൽ കേസ് ആയിരുന്നെങ്കിൽ, നിങ്ങളൊരു 20 കൊല്ലത്തിന് മുമ്പാണ് ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ, കാരണം അത് നമുക്ക് റിയൽ നമ്പേഴ്സ് ഉണ്ട്, ആക്ച്വൽ കേസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കാം എന്ന് ഞാൻ എടുത്തപ്പോൾ ഒരു ഹൈബ്രിഡ് ഫണ്ടിനെയാണ് എടുത്തത്. ഇപ്പോൾ ഞാൻ പേര് പറയാം, കാരണം ആക്ച്വൽ കേസ് ആയതുകൊണ്ട് പേര് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതൊരു റെക്കമെൻഡേഷനായിട്ട് ഇപ്പോൾ എടുക്കരുത്. ഈ പർട്ടിക്കുലർ ഫണ്ട് 2002
നവംബറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് അത് ലോഞ്ച് ചെയ്ത സമയം അതാണ്. അപ്പോൾ നവംബർ 2002 ഈ ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ട്, ഈ മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ് എന്നെല്ലാം ചേർത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. നോർമലി ഇതിന് ഇക്വിറ്റി 65% വരെ കാണും. ഈ പർട്ടിക്കുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നവംബർ 2002 ഡിസംബർ 2002 തൊട്ട് 1 ലക്ഷം രൂപ നിങ്ങൾ വിഡ്രാ ചെയ്തിരുന്നുവെങ്കിൽ ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫ്ലോ എന്നുള്ളതാണ് പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു ഭീമമായ സ്റ്റേറ്റ്മെൻറ്റും അല്ല, ഒരു സ്വിഫിക്കലും ഒരു എക്സാജുറേഷനും ഇല്ല. ആ നമ്പർ ഒന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഈ കാൽക്കുലേഷൻ ഇട്ടതിന് ശേഷം ഈ കാൽക്കുലേറ്റർ ശരിയാണോ എന്ന് അതിന് സംശയിക്കേണ്ടി തോന്നുന്നു. സത്യമാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങളുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ സത്യാവസ്ഥ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. സോ 2002 ഡിസംബർ തൊട്ട് പുള്ളി വിഡ്രാ ചെയ്തു. അങ്ങനെ 5 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. മാസം 1 ലക്ഷം രൂപ ഓരോ മാസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ വിഡ്രാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മൾട്ടി അസറ്റ് ഫണ്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫ്ലോ പറയാം. ഏതാണ്ട് 2003 ഡിസംബർ ആയപ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പുള്ളി ഏതാണ്ട് ഈ ഒരു കൊല്ലം മാസം 1 ലക്ഷം രൂപ വെച്ച് വിഡ്രാ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ 5 കോടി രൂപ 9.95 ക്രോർസായി. ഒരു കൊല്ലം കൊണ്ട് തന്നെ ഏതാണ്ട് ഡബിൾ എടുപ്പിച്ചായി. മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നല്ലൊരു ബുൾ റൺ ഉണ്ടായിരുന്ന സമയമായിരുന്നു, ഗോൾഡിന് അത്യാവശ്യം കയറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ 5 കോടി ഈ മാസം 1 ലക്ഷം രൂപ വിഡ്രാ ചെയ്തതിന് ശേഷവും 9.95 കോടിയായി. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ പോക്ക്. പിന്നെ നോക്കാം, പിന്നെ ഒരു ടൈം ഫ്രെയിം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. 2010 ശ്രദ്ധിക്കുക, 2010 ഡിസംബർ ആയപ്പോഴത്തേക്കും ഏതാണ്ട് 8 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ വിഡ്രായൽ നടക്കുവാണ്, മാസം നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ 5 കോടി എന്ന തുക 8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 51.22 കോടിയായി. 10 ടൈംസ് വർദ്ധിച്ചിട്ടുണ്ട്. 10 ടൈംസ്. 5 കോടി ഈ 8 വർഷക്കാലം കൊണ്ട് 51.22 കോടിയായിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ ഇതിൻ്റെ പോക്ക് 8 വർഷം കഴിഞ്ഞു. പിന്നെ നോക്കാം 2020 എന്തായെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് 18 വർഷമായി. 2020 ഡിസംബറിൽ 131 കോടി. എത്ര വർഷം? 18 വർഷം. മാസം 1 ലക്ഷം രൂപ വിഡ്രാ ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 കോടിയുടെ വാല്യൂ 131 കോടിയായി. ഓക്കെ, സോ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഞങ്ങൾ ഈ വീഡിയോയിൽ റൺ ത്രൂ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് വെറും നമ്പർ മാത്രം പറയുവാണെന്നൊന്നും നോക്കണ്ട. അതിൻ്റെ ആക്ച്വൽ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കാണും. ഇങ്ങനെ ഇതിൻ്റെ വാല്യൂ വർദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മൾ മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞല്ലോ, ആ സമയത്ത് എത്ര വാല്യൂ ഉണ്ടായിരുന്നു നോക്കാം. കാരണം ഇതിൽ 65% ഇക്വിറ്റിയിലായിരുന്നു ഈ ഫണ്ടിൽ എപ്പോഴും. മാർക്കറ്റ് വീഴാൻ തുടങ്ങിയത് സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 2024 മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി. ഒക്ടോബറിൽ വാല്യൂ എന്തായിരുന്നു നോക്കാം. ഒക്ടോബർ 2024 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 22 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിഡ്രാൽ 1 lakh ചെയ്തതിന് ശേഷവും ഇതിൻ്റെ വാല്യൂ 334 കോടി എന്ന സംഖ്യയിലെത്തി. പിന്നെ മാർക്കറ്റിൻ്റെ ഇടിവ് വന്നപ്പോൾ മാർക്കറ്റ് ഒന്ന് കുറഞ്ഞു, വാല്യൂ കുറഞ്ഞു. ഈ 334 കോടിയിൽ നിന്ന് 317 കോടി വരെ ആയി, കുറഞ്ഞു. എപ്പോഴാ? മാർച്ച് 2025 ആയപ്പോൾ 317 കോടിയായി കുറഞ്ഞു. എന്നിട്ടും ജൂലൈ 1, 2026 ഇതിൻ്റെ വാല്യൂ 369 കോടി ആയി. ഇൻവെസ്റ്റ് ചെയ്തത് എത്രയായിരുന്നു? വെറും 5 കോടി. വിഡ്രാ ചെയ്തത് എത്ര കൊല്ലം? 2002 തൊട്ട് 2026 വരെ 24 കൊല്ലം വിഡ്രാ ചെയ്തു. എന്ന് പറഞ്ഞാൽ വിഡ്രാവൽ മാത്രം ഈ മാസം 1 ലക്ഷം രൂപ എന്ന് വിഡ്രാ ചെയ്തത് 284 മാസമാണ്. ഇൻവെസ്റ്റ് ചെയ്ത 5 കോടി എന്ന് വിഡ്രാവൽ മാത്രമായിട്ട് തന്നെ 2.84 കോടി, 2.84 crore വിഡ്രാവൽ മാത്രം ചെയ്തിട്ടുണ്ട്. ഈ 24 കൊല്ലം കൊണ്ട് ഈ വിഡ്രാവലിന് ശേഷവും ഈ 5 കോടി 369 കോടിയായിട്ട് വർദ്ധിച്ചു. ഇതിൽ കൂടുതൽ ഒരു റിയൽ കേസ് വേണോ? നിങ്ങൾ ഇനിയും SWP ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാതിരിക്കാൻ വേറെ റീസൺസ് വേണോ? അല്ലെങ്കിൽ ആൾറെഡി നിങ്ങൾ ഒരു വലിയ കോർപ്പസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് SWP തുടങ്ങാൻ എന്തെങ്കിലും മടി വേണോ? കാരണം ഞാൻ ഇത് ഇൻവെസ്റ്റ് ചെയ്തു, ഇത്രയും കാശുണ്ട്, ഇത്രയും വിഡ്രാ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയുമല്ലയോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വിഡ്രാൽ ചെയ്തതിന് ശേഷവുമാണ് ഈ 5 കോടി 369 കോടി അയക്കുന്നത്. സോ SWP എന്ന ഈ നിക്ഷേപ മാന്ത്രികം എന്ന് പറയാമല്ലോ അല്ലേ? ഈ നമ്പർ കേട്ടപ്പോൾ
നിങ്ങൾ ഒരിക്കലും ഇനി മാറ്റി ചിന്തിക്കാൻ ഇടം വരുത്തരുത്. നിങ്ങൾ ഈ SWP വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ നിങ്ങളിൽ പലർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കും കേൾക്കുന്നുണ്ട്. 5 കോടി ഇൻവെസ്റ്റ് ചെയ്തു, 369 കോടിയായി, കേൾക്കാൻ കൊള്ളാം, എല്ലാം നല്ലതാണ്. എൻ്റെ കയ്യിൽ 5 കോടി വേണ്ടേ? 5 കോടി വേണമെന്നില്ല. നമ്മളിപ്പം വേറെ എക്സാമ്പിൾസ് നോക്കാം, ചെറിയ എമൗണ്ട് നോക്കാം. 1 കോടി രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ സെയിം പീരിയഡ് എല്ലാം കണ്ടീഷൻസും സെയിം ആണ്. ഇതേ 2002 നവംബറിൽ ഇൻവെസ്റ്റ് ചെയ്തു, 2002 ഡിസംബർ തൊട്ട് മാസം 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു, 1 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ കേസിൽ ഈ 24 കൊല്ലം കഴിഞ്ഞിട്ട് ജൂലൈ 2026 എന്ത് വാല്യൂ ആണെന്ന് നോക്കുവാണെങ്കിൽ അതും ചില്ലറ എമൗണ്ട് ഒന്നും അല്ല. 49.65 കോടി, 49.65 ക്രോർസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സെയിം 1 lakh rupees മന്ത്ലി വിഡ്രോ ചെയ്യുന്ന കേസിൽ 1 കോടിയും ഇല്ല. 50 ലക്ഷം ഉണ്ടെങ്കിലോ അതിൻ്റെ വാല്യൂം പറയാം. 50 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ വിഡ്രോ ചെയ്തത് മാസം 1 ലക്ഷം ആണെങ്കിൽ സെയിം 1 ലക്ഷം സെയിം 2002 നവംബറിൽ ഇൻവെസ്റ്റ് ചെയ്തു, 2026 വരെ കണ്ടിന്യൂ ആവുന്നു. 50 ലക്ഷം രൂപയെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഇന്നത്തെ വാല്യൂ 9.71 ക്രോർസ് ആണ്. 9.71 കോടി. വെറും 50 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. വിഡ്രോ ചെയ്തേക്കുന്നത് 284 മാസമായിട്ട് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തത് 50 ലക്ഷം, വിഡ്രോ ചെയ്തത് മാത്രം 2.84 ക്രോർസ്, 2.84 കോടി വിഡ്രോ മാത്രം ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത 50 ലക്ഷത്തിൽ നിന്ന്. എന്നിട്ടും ഇന്നത്തെ വാല്യൂ, ആ വിഡ്രോലിന് ശേഷവും ഇന്നത്തെ വാല്യൂ 9.71 ക്രോർസ് ആണ്. പിന്നെന്ത് വേണം? ഇത് നമ്മൾ പറയുമ്പോൾ ഇനി ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ടാക്സേഷൻ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇത്രയും വിഡ്രോ ചെയ്യുന്നു, എല്ലാം ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കുറച്ച് ടാക്സ് ഒക്കെ പോകും. അതിനും ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ റിയൽ കാൽക്കുലേഷനാണ് വെച്ചേക്കുന്നത്. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് SWP ചെയ്യുമ്പോൾ ഇതിൻ്റെ ടാക്സേഷൻ എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ള ആക്ച്വൽ കേസാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ കാൽക്കുലേഷൻ 2010 മെയ്യിൽ വിഡ്രോ ചെയ്യുന്ന 75,000-ന് എത്ര ഗെയിന് ടാക്സ് എന്ന് നോക്കിയാൽ ഈ ഫസ്റ്റ് മാസം വിഡ്രോ ചെയ്തപ്പോൾ മാർക്കറ്റ് ആക്ച്വലി ഇടിഞ്ഞിരുന്നു. അന്ന് വിഡ്രോ ചെയ്ത യൂണിറ്റ്സ് 817 ആയിരുന്നു. ഈ 817 യൂണിറ്റിൻ്റെയും കോസ്റ്റ് അവർ വാങ്ങിച്ച സമയത്തുള്ള വാല്യൂ 79,000 ആയിരുന്നു. വിഡ്രോ ചെയ്തത് 75,000, ശരിക്കും ക്യാപിറ്റൽ ലോസ് ആയിരുന്നു. അപ്പോൾ അതിന് ടാക്സ് ഇല്ല. അടുത്ത മാസം നോക്കാം, 75,000 വിഡ്രോ ചെയ്തപ്പോൾ വിഡ്രോ ആയ യൂണിറ്റ്സ് 759 ആണ്. ആ സമയത്ത് മാർക്കറ്റ് കയറി. ഈ 75,000 വാല്യൂ ഉള്ള ഈ യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് 73,443 ആയിരുന്നു. സോ ക്യാപിറ്റൽ ഗെയിൻസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 1,557 ആയിരുന്നു. അതിൻ്റെ 20% പ്ലസ് 4% സെസ് വെച്ച് നോക്കുവാണെങ്കിൽ മൊത്തത്തിലുള്ള ടാക്സ് 324 രൂപ മാത്രം. ഇത് FD ആയിരുന്നെങ്കിൽ ഈ 75,000 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ 10% ആണെങ്കിൽ 7,500, 20% ആണെങ്കിൽ 15,000, 30% ആണെങ്കിൽ 22,500 ആയിരുന്നു ഇതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത്. ഇതിൽ അടച്ചേക്കുന്നത് വരും 324 രൂപയാണ്. അടുത്ത മാസം സെയിം 75,000 വിഡ്രോ ചെയ്തപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 3,577 രൂപയായിരുന്നു. ടാക്സ് വെറും 744 രൂപ. ഇങ്ങനെയായിരുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കേസ്. പിന്നെ 1 കൊല്ലം കഴിയുമ്പോൾ ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് മാറുമല്ലോ. സോ ആ സ്റ്റേജ് എപ്പോഴാണെന്ന് വെച്ചാൽ ഏപ്രിൽ 2011 ഏപ്രിൽ 2011 വിഡ്രോ ചെയ്തപ്പോൾ 75,000 വിഡ്രോ ചെയ്തു. അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ്, ആ യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് 65,491 ആയിരുന്നു. ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 9,509 രൂപയായിരുന്നു. അതിൻ്റെ ടാക്സ് 12% പ്ലസ് 4% സെസ്സും കൂടെ ചേർത്തിട്ട് ഈ 9,509 ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് വെറും 1,236 രൂപ മാത്രം. ഇതെല്ലാം FDയിലായിരുന്നെങ്കിൽ ഈ ഓരോ 75,000-നും 7,500, 15,000, 22,500 ആയിരുന്നു ടാക്സ്. സോ ഇതിൻ്റെ ഓവറോൾ ടാക്സ് ഇമ്പാക്റ്റ്, ഇത് ഏപ്രിൽ 2010 തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ടിൽ തന്നെ തുടങ്ങി 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 75,000 മാസം വിഡ്രോ ചെയ്തുകൊണ്ടിരുന്ന ഈ കേസിൽ മൊത്തം വിഡ്രോ ചെയ്തേക്കുന്നത് 1,44,000 രൂപയാണ്. ഇത്രയും മാസം, അതായത് ഏപ്രിൽ 2010 തൊട്ട് ഏപ്രിൽ 2026 വരെ, ഏതാണ്ട് ഈ 16 കൊല്ലം മൊത്തം വിഡ്രോ ചെയ്തേക്കുന്നത് 1,44,00,000 രൂപയാണ്. അതിൻ്റെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 23,31,183. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് കുറവായതുകൊണ്ട് ഇവർക്ക് അടയ്ക്കേണ്ടിയിരുന്ന ടാക്സ് 1,44,00,000 രൂപ വിഡ്രോ ചെയ്തപ്പോൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടത് വെറും 2,43,000 രൂപ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു
10 മാസം കൊണ്ട് തന്നെ 10% ടാക്സേ ഉള്ളെങ്കിലും എഫ് ഡിയിൽ നിങ്ങൾ 10% ടാക്സ് ലാബിലാണെങ്കിൽ പോലും 10 മാസം കൊണ്ട് നിങ്ങളുടെ ടാക്സ് 75,000. 30 മാസമാവുമ്പോൾ അത് ഏതാണ്ട് എത്രയായി? 75,000 ഇൻറ്റു 3. സോ ഓൾമോസ്റ്റ് 2,25,000 വെറും 30 മാസം കൊണ്ട്. ഇത് ഈ 16 കൊല്ലം കഴിഞ്ഞിട്ടും ഇതിന് ടാക്സ് വെറും 2,43,000 രൂപ മാത്രമാണ്. ഇത്രയും ഡിഫറൻസ് ഉണ്ട് ടാക്സിലും. സോ റിട്ടേൺസിൽ മാത്രമല്ല എഫ് ഡി പ്ലസ് റിട്ടേൺ, ടാക്സേഷനിലും അഡ്വാൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ഇത് എഫ് ഡിയേക്കാളും പ്ലസ് ആണ്. സോ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്, അത്രയും വർധനവ്, ഇത്രയും ചുരുങ്ങിയ ടാക്സ്. SWP നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ആലോചിക്കാൻ തുടങ്ങാൻ വേറെ റീസണൊന്നും വേണ്ടല്ലോ. Mutual fund investments are subject to market risks. Read all scheme related documents carefully.